ബോയ്സ്, ഞാൻ റൂം വെക്കേറ്റ് ചെയ്തു. നമ്മുടെ ട്രിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് നിൽക്കുന്നു. കോഴിക്കോട് ഏറ്റവും ഫേമസ് ഡിഷ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി മേടിക്കാൻ വേണ്ടി എൻ്റെ ഒരു യൂഷ്വൽ സ്പോട്ടാണ്. ഇപ്പോൾ പലവട്ടം വന്നിട്ടുണ്ട് ഇവിടെ, ഇതുവരെ ബിരിയാണി കിട്ടില്ല. അപ്പോൾ ഫൈനലി അവിടെ തന്നെ പിന്നെയും വന്നിരിക്കുകയാണ്. ബിരിയാണി എൻ്റെ കയ്യിൽ കിട്ടി, അതൊക്കെ വേറെ കാര്യം. ഇതിന് കഴിച്ചിട്ട് റിവ്യൂ ഒക്കെ ഇടുന്നൊരു പരിപാടി ഉണ്ട് മോനെ, എനിക്ക് പറയണ്ട. എന്തായാലും ഞാൻ ഇൻട്രോ എടുത്തില്ലല്ലോ. വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫേമസ് ഡിഷ് ഇൻ കോഴിക്കോട് വിച്ച് ഇസ് ബിരിയാണി. ഓൾസോ സം പീപ്പിൾ സെഡ് ലൈക്ക് ഹൽവ മേടിച്ചില്ല, തൽക്കാലം ബിരിയാണി സജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ബിരിയാണി കുറേ പേര് പറഞ്ഞതാണ് ബിരിയാണി മേടിച്ചത് കേട്ടാ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പോളി കേട്ടോ. അത് കേട്ട് നമുക്ക് ഇതിനായിട്ട് മന്തി പോയി എടുക്കാറുണ്ട്. മന്തി ഏറ്റവും ഫേമസ് മന്തി ഇൻ കോഴിക്കോട്, അത് ഇത് കേട്ട് ചെയ്യണം. ഇത് കഴിച്ച് മോനെ കഴിച്ച് വണ്ടി ഓടിക്കുന്ന ടാസ്കാ. ഇത്രയും ഫുഡും ഇത്രയും ചോറൊക്കെ തള്ളിക്കേറ്റി ഞാനാണ് ഇത് ഫുഡ് ചാലഞ്ച് എന്നിട്ട് ഞാൻ ഫുള്ളും കഴിക്കാൻ നോക്കുന്നുണ്ട്. ഫുള്ളും കഴിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത്രേ ഉള്ളൂ പറയാം. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ കഴിച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ മെയിൻ ചാനലിൽ കാണുക. ഇനി നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് മന്തി മേടിക്കാനാണ്. അത് കുറച്ച് ദൂരമുണ്ട്. ഹോപ്പ്ഫുള്ളി ഞാനിന്ന് 3 ജില്ല കവർ ചെയ്യണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്. താല്പര്യം മാത്രമേ ഉള്ളൂ, നടക്കുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മൾ ശ്രമിക്കും, നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെയൊക്കെയാണ്, നമുക്ക് പോകാം. ചുമ്മാ വെറുതെ നമുക്ക് ബാ. ബോയ്സ്, ഞാൻ 2ാമത്തെ സ്പോട്ടിൽ നിന്നും മന്തി മേടിച്ചു. എന്ത് തിരക്കുള്ള കട ദൈവമേ, എന്ത് തിരക്കുള്ള കട, എന്ത് തിരക്ക്. എല്ലാവരും എല്ലാം തിരിച്ചു വെക്കട്ടില്ല. വണ്ടിക്കതിൽ ധാരാളം ഈ ആഭാസൻ അങ്ങനെയൊന്നുമില്ല. മന്തി കിട്ടി. അതായത് പാട്ടൊക്കെ പ്ലേ ചെയ്യാം. ഇനി നമുക്ക് പോകുന്നത് മലപ്പുറമാണ്. മലപ്പുറം ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ടെന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട് മലപ്പുറത്തേക്ക്. എന്നാലും വിടാം മോനെ. ഇന്ന് കവർ ചെയ്യാൻ നോക്കണം. 2ാമത്തെ ഡിസ്ട്രിക്റ്റ്. അതിന് മുമ്പേ മന്തി കഴിച്ചിട്ടുമില്ല, സൈഡിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഇരുന്നോണ്ട് എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒടുക്കത്തെ ട്രാഫിക്കാണ്, ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം എന്നെ കണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആഹാരം കഴി നടക്കത്തില്ല. അപ്പോൾ നമുക്ക് മലപ്പുറത്തോട്ട് പെട്ടെന്ന് വിടാം. ഞാൻ പോകുന്ന വഴിക്കൊന്ന് നിന്ന് മോനെ, ഇവിടെ ബീച്ചിന് സൈഡിലായിട്ട് മന്തിയൊക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. മന്തിയൊക്കെ കഴിച്ച് എനിക്ക് വയ്യ. മന്തിനെ കുറിച്ച് ഞാൻ റിവ്യൂ പറയുന്നുണ്ടോ? അത്രയും വെയിറ്റ് ചെയ്തൊക്കെ നല്ലതായിരുന്നു അവിടെ കേട്ടോ. അത്രയും വെയിറ്റ് ചെയ്ത് കഴിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് അവിടെ. അത്ര നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ കൂടുതൽ വെയിലത്ത് നിന്ന് കറുപ്പിച്ചിട്ട് വീഡിയോക്ക് അത് ഷോ ആവുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് പോകാം ബീച്ചിൻ്റെ അവിടെ. ഞാൻ അടുത്ത സ്പോട്ടിൽ എത്തി കേട്ടോ, മലപ്പുറത്ത്. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഇവിടെ വലിയ തിരക്കില്ല അകത്ത്. ഇത് എനിക്ക് മാത്രം വന്ന ദിവസം കാരണമാണോ എന്നൊരു ചെറിയൊരു ഡൗട്ട്. എന്തായാലും ഇത്ര ഓടിച്ചെത്തി, സാധനമൊക്കെ മേടിച്ച് ഇത് കഴിഞ്ഞിട്ട് നീ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഫുഡ് ഐറ്റം കൂടി തപ്പണം. രാത്രി ആയി തുടങ്ങി. ഇന്നെന്തായാലും 3 ജില്ല കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയതാ, നടന്നില്ല. എന്തായാലും 2 ജില്ലയിലെല്ലാം കവർ ചെയ്യട്ടെ. എന്തായാലും ഇതിന്റെ കവറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് നല്ല സ്പോട്ട് നോക്കി ഇത് കഴിച്ചു തീർക്കണം. പെരി എടുത്തിരിക്കുന്നത് ഞാനില്ലേ, മറ്റേ മലപ്പുറത്തെ ഏറ്റവും ബെസ്റ്റ് ഡിഷും കൂടി കഴിക്കാനില്ലായിരുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ തൃശ്ശൂരിന്റെ അടുത്തായിട്ടാണ് ആ കട. അവർ പറയുന്ന സംഭവം സ്പെഷ്യൽ ആയിട്ടുള്ള കട. ആ കിട്ടുന്ന സാധനം ഏറ്റവും നല്ലതായിട്ട് കിട്ടുന്നത്, ആ ഐറ്റം കിട്ടുന്ന കട തൃശ്ശൂരിന്റെ അടുത്തായിട്ടാണ്. പക്ഷെ നമുക്ക് തൃശ്ശൂർ അല്ല പോകേണ്ടത്. തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് പോകേണ്ടി വരും. പിന്നെയും പിന്നെ തൃശ്ശൂർ ഇറങ്ങി വരേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ ഓട്ടോ ആവും. അപ്പോൾ ഞാനിപ്പോൾ എന്നാൽ തൽക്കാലം ചെയ്യുന്നത് ഡയറക്റ്റ് പാലക്കാട് പോവാം. ആയിട്ട് മലപ്പുറത്തിന് ഏറ്റവും സ്പെഷ്യൽ ഐറ്റം പാലക്കാട് കഴിഞ്ഞിട്ട് കഴിക്കാം. മനസ്സിലായോ? അതുപോലെ പാലക്കാടിലെ മന്തിയും സ്പെഷ്യൽ ഐറ്റം കഴിച്ചിട്ട് പിന്നെ മലപ്പുറത്തെ സ്പെഷ്യൽ ഐറ്റം കഴിച്ച് പിന്നെ തൃശ്ശൂരിലോട്ട് പോവാം. അപ്പോൾ അതാണ് ഞാനിപ്പം ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ പാലക്കാട് പോയി തുടങ്ങി. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഡിസ്റ്റൻസ്. റൂമിൽ ഇരുന്ന് തന്നെ മന്തി കഴിക്കുക. ഇതൊരു കഴിച്ചിട്ടില്ല. ഇത് വെറൈറ്റി ഇരിക്കട്ടെ, എപ്പോഴും കാറിലല്ലേ. ഞാൻ പോകുന്ന വഴി നിന്ന് കേട്ടാ, വെറുതെ ഒരു ചായ കുടിക്കാൻ വേണ്ടി. ചായ കുടിച്ച് ഇനി ഏകദേശം 1 മണിക്കൂർ കൂടി ഉണ്ടായി പാലക്കാടെത്തും. ഇപ്പോൾ പൊള്ളുന്നു, നാക്ക് പൊള്ളുന്നല്ല. ഒന്ന് ചായക്ക് ആറി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ പാലക്കാടെത്താം. ഞാൻ മന്തി ഇതുവരെ കഴിച്ചിട്ടില്ലേ. മന്തി തണുത്ത് പോകുന്നതിന് മുമ്പേ കാറിൽ നിന്ന് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ റൂമിൽ കൊണ്ട് കഴിക്കണം അറിയത്തില്ല. അത് ഓർത്തോണ്ടിരിക്കുക. ഞാൻ ആ കടയിൽ നിന്ന് ചായ മേടിച്ചത്. പോകുന്നുണ്ട്. എന്തായാലും റാൻഡം വഴി പാലക്കാട് പോകുന്ന ഏതൊരു വഴിയായി. ബോയ്സ്, അങ്ങനെ ഫൈനലി ഞാൻ മന്തി കാറിൽ ഇരുന്ന് തന്നെ കഴിച്ച്. എന്തായാലും നമുക്ക് പാലക്കാടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ റൂം ബുക്ക് ചെയ്യണം. ദൈവമേ, റൂമിനൊക്കെ എന്ത് വില! 2000 റൂം കിട്ടുന്നത്. അതേപോലെ ലോക്കൽ സെറ്റപ്പ് ആയിരിക്കും. ഒരു തരക്കില്ലാത്ത മീഡിയം, ഒരു തരക്കില്ലാത്ത റൂമായിരിക്കണം. 1500 പിന്നെ കുഴപ്പമില്ല. 2000 എന്ന് പറയുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് കൂടിയാണ് കരുതി തോന്നുന്നു. 1500 കുഴപ്പമില്ല. 1500 റൂം തപ്പിന് നല്ലതായിരുന്നു. അതായത് 2000-2200 കിട്ടുന്നത്. നോക്കട്ടെ, ഒരു 1500 റൂം തപ്പണം. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എത്ര ചിലവായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 11500 എത്ര കണക്കല്ലേ പറഞ്ഞത്. അപ്പോൾ ഫുഡിന് പിന്നെ ഒരു 1000 കൂട്ടി 12500, പിന്നെ 2000, പിന്നെ 1500 പിന്നെ ഒരു റൂമിന് വേണ്ടി ഇന്നലത്തെ. അപ്പം 14 രൂപ. 14 ഇപ്പം 14500 രൂപ ആയിട്ടുണ്ട്. ട്രിപ്പിൻ്റെ പകുതി പോലും ആയിട്ടില്ല. 14,500. എന്തായാലും നമുക്ക് അടുത്ത 2000 ആവും, പിന്നെ 16,500 ആവും. കൊള്ളാം. ഒരു 4 മന്തി കഴിക്കാനാണോ 15000 രൂപ?
ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് ഓടിച്ചില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ജപ്തിയായിരിക്കും. ജപ്തി കൈ കഴിക്കുന്നു. എന്തായാലും നമുക്ക് പാലക്കാട് പോകാം. ഇവിടെ എന്തോ നടക്കുന്ന അറിയത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ പശുവിനെയൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. പശുവിടെ ഒരു കാളയാണ് കാളയുടെ എന്തൊരു സംഭവമാണ്. ഈ കുറേ എണ്ണം പോയി. ഞാൻ നിങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞിങ്ങനെ ചെയ്തത്. കുറേ ആൾക്കാർ പോകുന്നുണ്ടോ? എന്താണെന്ന് കമന്റിൽ പറയൂ. അപ്പോൾ ബോയ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. പുറകിൽ നിന്ന് കാളയൊക്കെ പോകുന്നുണ്ട്. എന്താണെന്ന് കമന്റിൽ പറയണം കേട്ടോ. എനിക്ക് ഐഡിയയിൽ എന്തുവാണെന്ന്. പോവാം. പാലക്കാട് എനിക്ക് 1 മണിക്കൂറുണ്ട്. പിന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് വല്ല വെള്ളം മേടിക്കാൻ പോവുകയാണ്. ആരാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു 0.5 അത് വീഡിയോ എടുക്കണം. അപ്പം നമുക്ക് 0.5 വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഗ്രേപ്പ് ജ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ. ബോയ്സ്, ഇവിടെ ഗ്രേപ്സ് ഒന്നും ഇല്ല. 2 കുപ്പി വെള്ളമേ ഉള്ളൂ. അതും ബിസ്ലറി പോലും അല്ല, വേറെ ഏതോ ബ്രാൻഡാണെന്ന്. എനിക്ക് പൾപ്പി ഗ്രേപ്സ് കുടിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ല. റോഡ് ക്രോസിംഗ് ഈ ഫുഡ് ചാലഞ്ചിൻ്റെ എന്തുവാണ്, ഈ ട്രാവൽ സീരീസ് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് ചാലഞ്ചസിൻ്റെ ഉണ്ട് വീഡിയോ. അത് നമുക്ക് എന്തായാലും ഇത് തീർന്നിട്ട് ഫുഡല്ല വേറെ അതാ. ഞാൻ കാറ് കിട്ടിയേക്കട്ടി വെള്ളം. അപ്പോൾ ഇതാണ് റൂം. നിങ്ങൾക്ക് റൂം ടൂർ വേണം? ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോയും നാളത്തെ വീഡിയോയും കൂടി മിക്സ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് പാലക്കാടിലെ ഏറ്റവും ബെസ്റ്റ് മന്തിയും, നിങ്ങൾക്ക് അറിയാം റുട്ടീനൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണില്ല. പാലക്കാടിലെ ഏറ്റവും ബെസ്റ്റ് മന്തി, ഏറ്റവും ഫേമസ് ഡിഷും കഴിക്കാൻ പോവുകയാണ്. ഇന്നലെ മലപ്പുറത്ത് നിന്ന് എനിക്ക് ബെസ്റ്റ് മന്തി സത്യം പറഞ്ഞാൽ കിട്ടിയില്ല നേരെയാവേ. എന്നുവെച്ചാൽ അത് വലുതായിട്ട് എല്ലാ ആൾക്കാർക്കും ഒരേ റെക്കമെൻഡേഷൻ ആയിരുന്നു. പലവരും പല റെക്കമെൻഡേഷൻ ആയിരുന്നു. അപ്പം അവസാനം ഞാൻ ഏതെങ്കിലും പറഞ്ഞാൽ എടുത്തതാണ്. ബെസ്റ്റ് ഡിഷും പലതും പലതാണ്. മലപ്പുറത്ത് എനിക്ക് അത്രയ്ക്ക് നല്ല റിപ്ലൈസ് വന്നിട്ടില്ല. പാലക്കാട് അങ്ങനെ ആക്കരുതെന്ന് പ്രതീക്ഷയോടെ ഞാനൊരു സ്റ്റോറി ഇതിലിട്ടിട്ടുണ്ട്. എന്തായാലും കുറച്ചായിട്ട് റിപ്ലൈ വരും. എന്തായാലും ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് കടയെന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കാം. ഈ വീഡിയോ തീരട്ടം പോലെ ഇന്നലെയും പറഞ്ഞാൽ ഞാൻ ഒരു ചില ചാലഞ്ച് വീഡിയോ ഒക്കെ ഉണ്ട്. അത് ഇടുക്കിയിലൊക്കെ നോക്കാം. ഇതൊക്കെ പിന്നെ ഓൾ ഇന്ത്യ ഒക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. എന്ത് ചെയ്യുക, അതൊക്കെ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് പോവാം. സ്റ്റോറി റിപ്ലൈ വരട്ടെ. നമുക്ക് ഏത് കടയെന്ന് വെച്ചപ്പോൾ ബോയ്സ് എനിക്ക് റിപ്ലൈസ് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാതെ മിക്ക സ്ഥലത്തും ഈ നെഹദി എല്ലാ സ്ഥലത്തും ഉണ്ട്. അവരെല്ലാവരും നെഹദി എന്ന് പറയുകയും ചെയ്യുന്നു. നെഹദി ഓൾറെഡി ഞാൻ കോഴിക്കോട് കഴിച്ചതായിരുന്നു. അപ്പോൾ ഇനിയൊരു നെഹദി കഴിച്ചിട്ട് കോഴിക്കോട് നെഹദിയാണോ ഈ നെഹദിയാണോ നല്ലതെന്നൊക്കെ. നെഹദി ഞാൻ ഇവിടെ കഴിച്ചത് മലപ്പുറം കഴിച്ചത്. അപ്പോൾ ഇവിടുന്ന് എല്ലാം ഇവിടുന്നൊക്കെ കമ്പയർ ചെയ്ത് ചെയ്യണം. അതാണ് ഞാൻ വേറെ മാറ്റി കഴിക്കാൻ നോക്കുന്നത്. പക്ഷെ പാലക്കാട് മിക്കവരും പറയുന്നത് നെഹദി കുഴിമന്തി എന്ന്. പിന്നെ ഫേമസ് ഡിഷ് വേറെ സംഭവം അറിയാം. ഒന്നുകൊണ്ട് കഴിച്ചു കളന്നത് എനിക്കറിയില്ല. 2 നെഹദി കമ്പയർ ചെയ്യല്ല. അവന് ഇപ്പം എന്ത് ചെയ്യാനാ? എല്ലാവരും ഒന്ന് തന്നെ പറയുന്നത് നെഹദി എന്ന്. നെഹദി എങ്കിൽ നെഹദി. നമുക്ക് നെഹദിയും പിന്നെ ഫേമസ് ബിരിയാണി എന്ന് പറയുന്നത് കഴിച്ചതാണല്ലോ. ഈ ഫേമസ് സംഭവം ആണോ അല്ലയോ? ശരി, നോക്കാം. ഞാൻ എന്തായാലും ഞാൻ നെഹദി പറഞ്ഞ മേടിക്കാം. ഞാനിപ്പം കാറ് കൊണ്ട് ഏതോ ഒരു മുലക്ക് പാർക്ക് ചെയ്തിട്ട് നെഹദി മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏത് സ്ഥലമെന്ന് അറിയത്തില്ല. ഇതിന് ടേസ്റ്റ് അങ്ങനെ നമുക്ക് നോക്കാം. അവിടെ ആയിട്ടാണ് കട. ഇപ്പോൾ കോളേജിൽ കുറേ പിള്ളേരുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുൾ അവിടെ നിറഞ്ഞിടക്കും. പാർസലും കുറേ ഉണ്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോയ്സ് അങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ മന്തിയുടെ കൂടെ കുറച്ച് ചിക്കൻ ഐറ്റം കൂടി എക്സ്ട്രാ മേടിച്ചു. ഒരു ഹണി അൽഫാം, പിന്നെ വേറൊരു ചിക്കൻ കൂടി. എന്തായാലും എനിക്കല്ലേ മന്തി മാത്രം കഴിച്ചിട്ട് ശരിയാകത്തില്ല. മന്തിക്കകത്ത് ഒരു ചിക്കൻ ക്വാർട്ടറിനകത്ത് നമുക്ക് വെറൈറ്റി പിടിക്കാതെ നമുക്ക് എക്സ്ട്രാ കൂടി കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ് കഴിക്കാൻ എനിക്ക് സ്പേസ് വേണമെന്ന് അറിയത്തില്ല. എന്തായാലും വയറ്റിന് നമ്മൾ സ്പേസ് അങ്ങനെ ഉണ്ടാക്കാം. ബോയ്സ്, മലപ്പുറത്ത് ഏറ്റവും ഫേമസ് ആയ ഡിഷ് തപ്പിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ലൈവ് സ്ട്രീം ഇട്ട് ആരെങ്കിലും ചോദിക്കാന്ന്. മലപ്പുറത്ത് നല്ല പ്രോപ്പറായിട്ട് എന്താണ് ഇത് കിട്ടിയില്ലായിരുന്നു എനിക്ക്. കുറേ എന്താണ് കമൻസ് മലപ്പുറത്തിൻ്റെ അവിടെ. അത് കാരണം ഞാൻ ലൈവ് സ്ട്രീം ഇടാന്ന് വിചാരിച്ചാൽ ലൈവ് സ്ട്രീം ചെയ്യുന്ന ഫോൺ ഇതാണ്, വീഡിയോ എടുക്കുന്ന ഫോണും ഇതാണ്. അപ്പോൾ 2 ഫോണും ഇതായതുകൊണ്ട് പിന്നെ ലൈവ് സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓഫ് ചെയ്യാൻ താല്പര്യമില്ല. അവരെ വീഡിയോ എങ്ങനെ എടുക്കും എന്നുള്ള ഡിലമയിലാണ് ഞാൻ ഇരിക്കുന്നത്. ലൈവ് സ്ട്രീം എടുക്കണോ എടുക്കണ്ടേ അറിയാമില്ല. ഉറക്കവും വരുന്നുണ്ട് എനിക്ക് ഓടിച്ചോടിച്ചിട്ട്. ഒരു ബ്രോ എനിക്ക് വഴി കാണിച്ചു തരുവാണ്. പാതിരാത്രി ഇവിടെ ഏത് ഇടവഴിയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ സ്ഥലം പോലും ഇല്ല ഇവിടെ. ചേട്ടനാണല്ലോ ഇവിടെ വരെ കൊണ്ടുവന്നത് ഈ പാതിരാത്രി. ഈ കടയും തരം കിട്ടും. ആ ബ്രോ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് സാധനം കിട്ടി. നിയമം ഈ രാത്രി ഇവിടെ ഈ ചെറിയ വഴികളാണ്. അതിനകത്തു നിന്നൊരു കുളത്തിന് മുമ്പിലുള്ള കടയായത്. കിട്ടിയില്ല എനിക്ക്. സ്വന്തമായിട്ട് കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു. നല്ല കാര്യം. ഞാൻ ഇതാണ് വഴി തപ്പി നടന്നപ്പോഴാണ് ഈ പൈരെ കിട്ടിയത്. എന്നാലും ഇവിടുന്ന് നമുക്ക് മാറാം, പിന്നെ കഴിക്കാം. കുറച്ചുകൂടി ഒരു ഹൈവേ സൈഡിൽ നിന്ന് കഴിക്കുന്നതിന് നല്ലത്. ഇവിടെ എനിക്ക് പരിചയമില്ല, അതുകൊണ്ടാണ് വേണ്ട. ആ ചേട്ടൻ എന്നാ ഇരുട്ടത്ത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല കേട്ടോ. വണ്ടി ഒരു പെട്രോൾ പമ്പ് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അവിടെ പോയിട്ട് കുറച്ച് ബോട്ടിൽ വെള്ളം മേടിക്കട്ടെ. കാരണത്തുള്ള എല്ലാം തീർന്നു. എന്തായാലും ഇനി തൃശ്ശൂരിൻ്റെ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. രാത്രി എവിടെയും എനിക്ക് റൂം തപ്പേണ്ടി വരും. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ മറ്റേ മലപ്പുറത്ത് ഫുഡ് ഐറ്റം ട്രൈ ചെയ്യണം. അത് ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ വരെ ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
എന്തായാലും ആദ്യം ഞാൻ വെള്ളമൊക്കെ മേടിക്കും. സ്നാക്സ് ചെയ്തിട്ട് വരട്ടെ. വെള്ളം എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഇപ്പം എന്തായാലും ഞാൻ വേറെ ഏതെങ്കിലും ഐറ്റമൊക്കെ എടുക്കേണ്ടി വരും. ക്രാൻബെറി കൊള്ളാവാം. ഇനി ഫാൻറ്റ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഗ്രേപ്പ് എഴുതിക്കുന്നത് മാത്രം എടുത്തേ. ഇതൊക്കെ ഏത് കടയിൽ കുറേ ഫ്ലേവർ ഉണ്ടല്ലോ. പ്രൈമും വെച്ചിട്ടുണ്ട്. പ്രൈമിൻ്റെ ആവശ്യമില്ല. 60 രൂപയ്ക്ക് 3 ബോട്ടിൽ വെള്ളം മേടിക്കാൻ ഇറങ്ങി ഞാനായിരുന്നു. 800 രൂപയുടെ വെള്ളമായി. ഈ കടയിൽ എടുക്കുന്ന റേറ്റ് ആണല്ലോ ഈ കടയാണ്. മലപ്പുറത്തെ സ്പെഷ്യൽ ഐറ്റം ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ റിവ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മെയിൻ ചാനലിൽ കാണാം. മെയിൻ ചാനൽ നിങ്ങൾക്ക് അറിയത്തില്ലേ? അത് കുറേയേറെ ന്യൂ ഓഡിയൻസ് വരുന്നുണ്ടെന്ന്. സാറിന് എൻ്റെ മെയിൻ ചാനൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അർജുൻ എം പി ഷോർട്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മലയാളം മെയിൻ ചാനൽ വരും. വേറെ മെയിൻ ചാനലുണ്ട്. ഇപ്പോൾ തൽക്കാലം അർജുൻ എം പി ഷോർട്സ് ഡിസ്ക്രിപ്ഷനകത്ത് അല്ലെങ്കിൽ പിൻ കമൻസിനകത്ത് കാണും മെയിൻ ചാനൽ കേട്ടോ. എന്തായാലും ഞാനത് കഴിച്ച് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഞാൻ കമ്പൈൻ ചെയ്ത് 14 ഡിസ്ട്രിക്റ്റിൻ്റെയും ഒരു വീഡിയോ ഇറക്കുന്നതാണ്. അത് ഇപ്പോഴല്ല, ഞാൻ ഒന്ന് വീട്ടിലെത്തട്ടെ. ഞാൻ കുറച്ച് വ്യത്യസ്ത ഫാൻറ്റയൊക്കെ മേടിച്ചാൽ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യട്ടെ. ഞാൻ ഇമ്പോർട്ടഡ് ആയിരിക്കണം. ഇത് ഗ്രേപ്പ് ഫ്ലേവറാണോ? ഇതുവരെ കുടിക്കാത്തൊരു ഫ്ലേവർ. ഇതിന് ടേസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിയുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. ആരെങ്കിലും ചവച്ച് തുപ്പിയ ചുയങ്കം എടുത്ത് വെള്ളത്തിലിട്ട് അലിയിച്ചെടുത്ത് അതിൻ്റെ ഒരു വെള്ളം എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അങ്ങനത്തെ ടേസ്റ്റ്. വെള്ളമാണെന്ന് ചോദിച്ചാൽ വെള്ളമാണ്. ഫ്ലേവർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഫ്ലേവറും ഉണ്ട്. ഫാൻറ്റയാണെന്ന് വെച്ചാൽ ഫാൻറ്റ എന്തായാലും അല്ല. കാർബണേറ്റ് ഒന്നുമില്ല, വളരെ ഗ്യാസ് ഒന്നുമില്ല. വേണമെങ്കിൽ കുറച്ചും കഴിഞ്ഞ് ഞാൻ മേടിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അവിടെ പയ്യന്മാരൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഞാനാണ് ഈ വണ്ടിക്കകത്ത് വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഞാൻ റൂം ബുക്ക് ചെയ്ത് ആ ഭാഗത്തോട്ട് വന്ന്, പക്ഷെ ഇവിടുന്ന് ആ റൂം കാണുന്നില്ല, ആ വീടേ കാണുന്നില്ല. ഇത് ഏത് ലൊക്കേഷൻ ദൈവമേ, ഇങ്ങനത്തെ ഒരു വഴി പോലും ഇല്ല ഇവിടെ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നോക്കുക. തൃശ്ശൂരിലെ ടൗണിലോട്ട് പോകണം. ഇനി 1-2 മണിക്കൂർ, 1 മണിക്കൂറെങ്കിലും ഓടിച്ചാലേ തൃശ്ശൂർ പ്രോപ്പർ തൃശ്ശൂർ എത്തത്തുള്ളൂ. പ്രോപ്പർ തൃശ്ശൂരിലോട്ട് പോയിട്ട് റൂം ബുക്ക് ചെയ്യണം. അല്ലെ ഈ ഭാഗത്ത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പ്രോപ്പർ തൃശ്ശൂർ പോകേണ്ടി വരും. അല്ലെങ്കിൽ വണ്ടി കിടന്നിറങ്ങാം. പക്ഷെ വണ്ടി കിടന്നിറങ്ങുമ്പോൾ നാളത്തെ വീഡിയോക്ക് അത് ഫ്രഷ് ഒക്കെ ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഈ ഏരിയയിൽ നിന്ന് മാറാം. റെസിഡൻഷ്യൽ ഏരിയ ആണല്ല, വേറെ ഒന്നും അല്ല. ഇങ്ങനത്തെ ഒരു ഏരിയ അല്ല, ഇടൊന്നും ഇല്ല. ഇരട്ടി ആൾക്കാരുടെ വീടൊക്കെ ഉള്ളു. ഫൈനലി അപ്പം എനിക്ക് റൂം കിട്ടി കേട്ടാ. ചേട്ടനെ നമ്പർ വിളിച്ചപ്പോൾ ചേട്ടൻ വന്ന് കാണിച്ചു തന്നു. ലൊക്കേഷൻ കുറച്ച് അങ്ങോട്ട് മാറി കിടക്കുമായിരുന്നു. എന്നാലും റൂം ടൂർ കാണിക്കണമെങ്കിൽ 1 മുറിയും 1 ബാത്റൂമും, പിന്നെ ഇതെല്ലാം കോമണാണ്. കിച്ചണും കോമൺ, ഇതും കോമൺ. അവിടെ വേറെ റൂമൊക്കെ ഉണ്ടോ, അവിടെ ആരെല്ലാം ഉണ്ടോ എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.